യൂറോപ്പിൽ ജോലി ചെയ്തിട്ട് മാസത്തിൽ 4 ലക്ഷത്തോളം രൂപ ശമ്പളം നേടാൻ അവസരം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവോ? ഈ ഒരു 2026 നോർവേക്ക് സ്കിൽഡ് വർക്കേഴ്സിനായിട്ട് വലിയ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻസ്, വെൽഡേഴ്സ്, എഞ്ചിനീയേഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഇതുപോലുള്ള പ്രൊഫഷണൽസിനെ നോർവേ ഇപ്പോൾ ആക്റ്റീവ്ലി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നോർവേയിൽ ജോബ് ഓഫർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വിസ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. നോർവേ നോൺ യു സിറ്റിസൺസിനായിട്ട് ഇപ്പോൾ സ്കിൽഡ് വർക്കേഴ്സ് റെസിഡൻസ് പെർമിറ്റ് നൽകുന്നുണ്ട്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും 2 വിഭാഗം ആളുകൾക്കാണ്. ഇതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്കിൽഡ് ട്രേഡ്സ് വർക്കേഴ്സ് ആണ്. അതായത് ഇലക്ട്രീഷ്യൻസ്, വെൽഡേഴ്സ്, പ്ലംബേഴ്സ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ടെക്നീഷ്യൻസ്, ഇൻഡസ്ട്രിയൽ മെക്കാനിക്സ്, ഇതാണ് ഫസ്റ്റത്തെ കാറ്റഗറി. രണ്ടാമത്തേന്ന് പറയുന്നത് ഡിഗ്രി ഉള്ള പ്രൊഫഷണൽസിന്, അതായത് എഞ്ചിനീയേഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, ഡാറ്റ അനലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനെയുള്ള ജോബുകൾ. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു സ്കിൽഡ് ട്രേഡ്സ് വർക്കേഴ്സിന് ഇപ്പോൾ നോർവേക്ക് നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഇത് വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ജോബുകളാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു നോർവേക്ക് എങ്ങനെയാണ് ഈ ഒരു ജോബ് ഓഫർ നമ്മൾ നേടിയെടുക്കുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അങ്ങനെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഇതിൻ്റെ ബെനിഫിറ്റ്സും, എത്ര സാലറി നമുക്ക് കിട്ടും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വെറുതെ കണ്ടാൽ മാത്രം പോരാ, ഞാൻ പറയുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാവുള്ളൂ. എന്താണെന്ന് നോക്കാം. ഈ നോർവേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്. ഓക്കെ, ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു രാജ്യം, വൈക്കിങ്സിൻ്റെ നാട്, അങ്ങനെ പല കാര്യത്തിലും നോർവേ വളരെ ഫേമസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ കിട്ടുന്ന ജോബിന് കിട്ടുന്ന സാലറി എത്ര നോക്കി നോക്കാം. ഇപ്പോൾ ഇലക്ട്രീഷ്യൻസിലാണെന്നുണ്ടെങ്കിൽ ഒരു 52,000 to 66,000 യൂറോ പെർ ഇയർ നമുക്ക് കിട്ടും. പെർ ഇയറിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഈ ഒരു 52,000 യൂറോ എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 55 ലക്ഷത്തോളം രൂപയാണ് വരുന്നത് കേട്ടോ. പെർ ഇയറിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഇത് നമ്മൾ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4 ലക്ഷത്തിന് മുകളിലുള്ള സാലറിയാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, ഇനി വെൽഡേഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത് 45,000 യൂറോ ടു 57,000 യൂറോ പെർ ഇയർ ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് 57,000 to 85,000 യൂറോ പെർ ഇയർ. എഞ്ചിനീയേഴ്സ് 60,000 to 90,000 യൂറോ പെർ ഇയർ. സോ എപ്പോഴും നമ്മൾ ജോബ് നോക്കുമ്പോൾ ഇവിടുത്തെ മേജർ സിറ്റീസിൽ തന്നെ നോക്കുക. കാരണം അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ജോബ് ഡിമാൻഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നോർവേയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഓസ്ലോ, അതുപോലെ തന്നെ ഈ ഒരു ബെർജൻ, അതുപോലെ തന്നെ സ്റ്റാവെഞ്ചർ, ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ സിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കിവിടെ ഈ ഒരു ജോബ് കിട്ടാനായിട്ട് ഒരു മിനിമം സാലറി റിക്വയർമെൻറ്റ് ഒരു പറയുന്നുണ്ട്. അതായത് ഈ ഒരു നോർവേ സർക്കാർ ഈ ഒരു ഫോറിൻ വർക്കേഴ്സിന് ഒരു ഫെയർ സാലറി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിമം സാലറി പറഞ്ഞിട്ടുണ്ട്. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ജോബ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5,22,600 NOK പെർ ഇയർ. NOK എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു യൂറോത്തെ കറൻസിയാണ്. അതായത് 45,000 യൂറോ. സോ ഈ ഒരു 45,000 യൂറോ ഉള്ള ജോബ് ആയിരിക്കണം ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക്. ഇനി മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് 5,99,200 NOK പെർ ഇയർ, അതായത് 52,000 യൂറോ. സോ നമ്മൾ ഈ പറഞ്ഞ ജോബുകളൊക്കെ ഇപ്പോൾ സാധാരണയുള്ള ജോബുകളൊക്കെ ഇതിനേക്കാളും സാലറി ഉള്ള ജോബുകളാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ ജോബുകളൊക്കെ. സോ ഇനി ഈ ഒരു നോർവേ വിസ, ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് സ്ട്രാറ്റജി എന്താണ് നമുക്ക് നോക്കി വെക്കാം. എല്ലാവർക്കും ഉള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു നോർവേൻ്റെ വിസ കിട്ടാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ കാത്തിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു നോർവേൻ്റെ സിസ്റ്റത്തിൽ ഈ ഒരു ജോബ് ഓഫറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അതായത് ഒരു നോർവീജിയൻ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഈ ഒരു ജോബ് കോൺട്രാക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഈ ഒരു ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത് പറഞ്ഞുതരാം. നോർവേ സ്കിൽഡ് വർക്ക് വിസ പ്രോസസ്സ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു നോർവീജിയൻ എംപ്ലോയറിൽ നിന്ന് ഒരു ജോബ് ഓഫർ നേടുക എന്നുള്ളത്. ആ ഒരു ജോബ് ഓഫർ നേടുന്ന കാര്യം എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് സാലറി റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഈ ഒരു സ്കിൽഡ് വർക്കർ റെസിഡൻസ് പെർമിറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഇത് അപ്ലൈ ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് പാസ്പോർട്ട്, ജോബ് കോൺട്രാക്റ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഓർ ട്രേഡ് ക്വാളിഫിക്കേഷൻ, പിന്നെ വർക്ക് എക്സ്പീരിയൻസ് പ്രൂഫ്, അപ്ഡേറ്റഡ് CV, ഇതൊക്കെയാണ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരിക ഈ ഒരു സ്കിൽഡ് വർക്കർ റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്കിൽഡ് ട്രേഡ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ നമുക്ക് നോക്കി നോക്കാം. അതായത് ഈ ഒരു സ്കിൽഡ് ട്രേഡേഴ്സ് വർക്കേഴ്സിനായിട്ട് നോർവേ സാധാരണ 2 രീതിയിലാണ് ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാറുള്ളത്. അതായത് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഈ ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിലും പ്ലംബർ ആണെങ്കിലും ഒക്കെ
സോ ഒരു ITI അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു വെൽഡിംഗ് സർട്ടിഫിക്കേഷൻ, ഇലക്ട്രിക്കൽ സർട്ടിഫിക്കേഷൻ, ഇതാണ്. പിന്നെ വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അവരുടെ വർക്ക് എക്സ്പീരിയൻസ്. അതായത് ഫോർമലായിട്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് യൂഷ്വലി ഇങ്ങനെയുള്ള ആളുകൾക്ക് 5 അല്ലെങ്കിൽ 6 റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അതായത് എഡ്യൂക്കേഷൻ, ഈ ഒരു പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും പോകാൻ പറ്റും. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി എല്ലാവർക്കും സംശയം, ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതായത് ഈ ഒരു നോർവേയിൽ പോയ ശേഷം ഒരു 3 ഇയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കിൽഡ് വർക്കർ പെർമിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം ജോലി ചെയ്യാം. അതായത് നമ്മൾ നോർവേയിൽ പോയ ശേഷം ഒരു 3 ഇയർ നമ്മൾ ഈ ഒരു സ്കിൽഡ് വർക്കർ പെർമിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജോബ് ചെയ്യണം. ആഫ്റ്റർ 3 ഇയേഴ്സ് നമുക്ക് ഈ ഒരു പെർമനൻറ്റ് റെസിഡൻസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു പെർമനൻറ്റ് റെസിഡൻസ് നമുക്ക് നേടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ജോബ് ചേഞ്ച് ചെയ്യാനുള്ള ഫ്രീഡം അത് കിട്ടും. പിന്നെ നമുക്ക് സോഷ്യൽ ബെനിഫിറ്റ്സ് അതൊക്കെ നമുക്ക് കിട്ടും പെർമനൻറ്റ് റെസിഡൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു ജോബ് കോൺട്രാക്റ്റ് അവിടുന്ന് ഒരു എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളത്. അതിനായിട്ട് 2 മാർഗ്ഗമാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ജോബ് തരുന്ന ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇങ്ങനെ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു നോർവേയിൽ ജോബ് കൊടുക്കേണ്ട ബെസ്റ്റ് വെബ്സൈറ്റ്സ്, നോർവേ ജോബ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോപ്പുലർ പോർട്ടൽസ് ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം fin.no, പിന്നെ നാവ് നോർവേ, ജോബ് നോർജ്, ഇതൊക്കെയാണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ജോബ് പോർട്ടൽസ് എന്ന് പറയുന്നത്, പോപ്പുലർ പോർട്ടൽസ്. പിന്നെ രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ നോർവേയിലുള്ള ഏജൻസികൾ, അതായത് നല്ല നല്ല കമ്പനികൾ ഇങ്ങനെ ഫോറിൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യും. അതായത് നോർവേയിലും അക്രോസ് യൂറോപ്പിലൊക്കെ ഉള്ള ഒരുപാട് നല്ല നല്ല കമ്പനീസ് ഉണ്ട്. സോ ഇവരൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു അഡേക്കോ, റാൻസ്റ്റാഡ്, അതുപോലെ തന്നെ ഈ ഒരു മാൻ പവർ ഗ്രൂപ്പ്, ഇതൊക്കെ നോർവേക്ക് ഒരു ഫോറിൻ വർക്കേഴ്സിന് റിക്രൂട്ട്മെന്റ് കൊടുക്കുന്ന ബെസ്റ്റ് കമ്പനികളാണ്. സോ ഈ ഒരു അഡേക്കോ ആണെങ്കിലും റാൻസ്റ്റാഡ്, അതുപോലെ തന്നെ ഈ ഒരു മാൻ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ്, IT പ്രൊജക്ട്സ്, ഇങ്ങനെയുള്ളവയ്ക്കൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഈ ഒരു ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാറുള്ളത്. സോ ഈ ഒരു നോർവേക്ക് എങ്ങനെയാണ് ഒരു ജോബ് നേടിയെടുക്കുക എന്നുള്ളതും എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ളതും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ നോർവേക്ക് നല്ലൊരു സാലറി ഉള്ള ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവും. ഓക്കെ, നിങ്ങളുടെ ആൻസർ എന്തായാലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഇങ്ങനെ നോർവേക്ക് എത്തിപ്പെട്ടുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി നോക്കാം. ഈ പറഞ്ഞ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഓക്കെ, ഇനി എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് Wayfarer Insights, and this channel won't disappoint you, and thanks for watching.